നിങ്ങൾ പ്രവീൺ പ്രണവ് പോലെ ആവാതിരിക്കാൻ സൂക്ഷിച്ചോ? ഇന്നലെ കേട്ടത് അവൾ വീട്ടിൽ കയറിയപ്പോൾ ഫസ്റ്റ് നൈറ്റ് പിന്നെ അൺബോക്സിങ് ഡ്യൂഡ്. ഇതായിരുന്നു അവൻ്റെ വീഡിയോയുടെ ക്യാപ്ഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നൈറ്റോ, ഫസ്റ്റ് നൈറ്റ് വീഡിയോയ്ക്ക് ഉണ്ടാവോ, ഈ പണിയായല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഉമ്മ ഭയങ്കര ഓവറാണ്, നിങ്ങളുടെ അനിയത്തി ഭയങ്കര ഓവറാണ്, അനിയത്തിയും നീ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ തലമുടി മറയ്ക്കാതെയാണ് വന്നേക്കുന്നത്, നീയൊക്കെ ഇസ്ലാമിന് ചേരുന്ന പരിപാടിയാണോ കാണിക്കുന്നത്? അൺബോക്സിങ് ഡ്യൂഡിനെ അറിയാത്തവരായിട്ട് ആരുമില്ല. അൺബോക്സിങ് ഡ്യൂഡിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കേരളം കത്തിക്കും എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ കൊള്ളാം കണ്ടു, നല്ലൊരു യൂട്യൂബറാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ 4 മില്യൺ സബ്സ്ക്രൈബേഴ്സായി, ആവശ്യത്തിൽ അധികം പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും പറയാൻ വന്നതല്ല. അപ്പം കഴിഞ്ഞ ദിവസം അൺബോക്സിങ് ഡ്യൂഡിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോസും ഓരോരോ സ്റ്റേജായിട്ടാണ് ഇടുന്നത്. അതായത് അവൾ നിക്കാഹിന് വന്നപ്പോൾ, അവൾ സ്റ്റേജിൽ കയറിയപ്പോൾ, അവൾ വീട്ടിൽ കയറിയപ്പോൾ തുടങ്ങി കുറേ. ഇന്നലെ കേട്ടത് അവൾ വീട്ടിൽ കയറിയപ്പോൾ ഫസ്റ്റ് നൈറ്റ് പിന്നെ അൺബോക്സിങ് ഡ്യൂഡ്. ഇതായിരുന്നു അവൻ്റെ വീഡിയോയുടെ ക്യാപ്ഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നൈറ്റോ, ഫസ്റ്റ് നൈറ്റ് വീഡിയോയ്ക്ക് ഉണ്ടാവോ, ഈ പണിയായല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഫസ്റ്റ് നൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് പെണ്ണിനെ അവരുടെ റൂമിലേക്ക് കൊണ്ടാക്കുന്ന വീഡിയോ ആണ് ഒരു ഫസ്റ്റ് നൈറ്റ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്താണ് പറയുക, നിങ്ങൾ പ്രവീൺ പ്രണവ് പോലെ ആവാതിരിക്കാൻ സൂക്ഷിച്ചോ? നിങ്ങളുടെ ഉമ്മ ഭയങ്കര ഓവറാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ വേറെ രീതിയിൽ നടക്കണം കേട്ടോ. പുള്ളി ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാണ് ആ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ ഇട്ടത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ, അല്ലാതെ എൻ്റെ ഡേറ്റി മൈൻഡും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരുമ്പം നിങ്ങളുടെ ഉമ്മ ഭയങ്കര ഓവറാണ്, നിങ്ങളുടെ അനിയത്തി ഭയങ്കര ഓവറാണ്, അനിയത്തിയും നീ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ തലമുടി മറയ്ക്കാതെയാണ് വന്നേക്കുന്നത്, നീയൊക്കെ ഇസ്ലാമിന് ചേരുന്ന പരിപാടിയാണോ കാണിക്കുന്നത് തുടങ്ങി ഒരുപാട് കമൻറ്റുകൾ. പക്ഷെ ഇതിനെല്ലാം അൺബോക്സിങ് ഡ്യൂഡ് ലൈക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ലൈക്ക്. അപ്പം അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നറിയില്ല. എന്താണെങ്കിലും ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം വ്യൂസൊന്നും കുറവില്ല, എല്ലാത്തിനും അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള ഒരു മനുഷ്യനാണ് അൺബോക്സിങ് ഡ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഇന്നലത്തെ മെയിൻ പ്രശ്നം ഉമ്മ ഭയങ്കര ഓവറാണ്. ഈ കല്യാണ പെണ്ണിനെയും ചെക്കനെയും വീട്ടിൽ കയറ്റുന്ന സമയത്ത് ബിസ്മി ചൊല്ലി കയറ്റാനുള്ളതിന് അവർ ഡാൻസും കളിച്ച് പാട്ടും പാടിയാണ് എന്ത് ചെയ്തത്, കല്യാണ പെണ്ണിനെ ഉള്ളിലേക്ക് കയറ്റിയത്. പിന്നെ അവളുടെ മുഖത്ത് ഡ്യൂഡി എന്ന് വെച്ചാൽ അൺബോക്സിങ് ഡ്യൂഡിൻ്റെ അനിയത്തി, അവളോടുള്ള ഭയങ്കര ഒരു ദേഷ്യം കാണുന്നുണ്ട് കല്യാണ പെണ്ണിന്. സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 2 നേരത്തെ പരിപാടിയല്ല, 3-4 ദിവസത്തെ പരിപാടിയും കണ്ടായിരുന്നു ഇവരുടെ കല്യാണം. അപ്പം 3-4 ദിവസത്തെ ഉറക്കവും 3-4 ദിവസത്തെ കഷ്ടപ്പാടും എല്ലാവരും വരുമ്പോൾ വിളിച്ചുകൊണ്ട് നിൽക്കണ്ടേ. അത് ചെറിയ പരിപാടിയല്ല, ഭയങ്കര ടയേർഡാവുന്നൊരു പരിപാടിയാണ്. അതിനകത്ത് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഭയങ്കര ടയേർഡാണ്, 3-4 ദിവസമായി ഉറങ്ങിയിട്ട്, അപ്പോൾ അതിന് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാമറ എടുത്തുകൊണ്ട് വരുമ്പം ഒരു ക്ഷീണം ഉണ്ടാവും ഉറപ്പായിട്ടും. 3-4 ദിവസത്തെ ഒരു ക്ഷീണം എന്ന് പറയുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്യൂഡിയായിട്ട് എന്തോ അടിയാണ് അവർ, അല്ലെങ്കിൽ അൺബോക്സിങ് ഡ്യൂഡിൻ്റെ അനിയത്തിയായിട്ട് അവർ നാത്തൂൻ പോര് തുടങ്ങി, അമ്മായിമ്മ പോര് തുടങ്ങി. പ്രവീൺ പ്രണവ് വിഷയത്തിലുള്ള പോലെ ഒന്നും ആകാതിരിക്കാൻ ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അപ്പം ഒരാളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റ്സ് വരും. പ്രവീൺ പ്രണവ് വിഷയത്തിൽ ആദ്യം അങ്ങനെയാണ് എന്നാണ് വിചാരിച്ചത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി മൊമെൻ്റാണ് കൊച്ചുണ്ടാകുന്ന മൊമെൻറ്റ്. ആ സമയത്ത് അതിൻ്റെ അടിയിൽ എന്തിനാണ് ആൾക്കാർ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നതെന്ന് നമ്മൾ ആദ്യം ചിന്തിച്ചു. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി, ആ കമൻറ്റ് ഇട്ടവരുടെ ഭാഗത്തായിരുന്നു ശരി എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ് അൺബോക്സിങ് ഡ്യൂഡിൻ്റെ കാര്യത്തിൽ. അവന് 24 വയസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നുണ്ട്. പക്ഷെ ഒരപേക്ഷയേ ഉള്ളൂ, ഇതൊക്കെ ശരിയാണ്, ഈ കമൻറ്റ്സൊക്കെ ഇട്ടത് കാര്യമുള്ള കാര്യത്തിനാണ് എന്ന് പിന്നീട് തെളിയിക്കരുത്. അതായത് ഈ ഉമ്മയായിട്ട് ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാകുക. ഇപ്പോൾ പ്രവീൺ പുതിയ വീട് അന്വേഷിക്കുന്നത് പോലെ അൺബോക്സിങ് ഡ്യൂഡ് പുതിയ വീട് അന്വേഷിച്ചു. പക്ഷേ അത് അൺബോക്സിങ് ഡ്യൂഡ് ഉണ്ടാക്കിയ വീടാണ്, അതുകൊണ്ട് അവന് ധൈര്യമായിട്ട് അതിനകത്ത് കിടക്കാം. അവൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് അവൻ ഉണ്ടാക്കിയെടുത്ത വീടാണ് ആ സാധനം. അതിനകത്ത് എനിക്ക് അവനോട് ഭയങ്കര ബഹുമാനമുണ്ട്. ഈ പ്രായത്തിൽ അവൻ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തല്ലോ, കുടുംബത്തെ മൊത്തം നോക്കുന്നവനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ആ പവർ ആ വീട്ടിലുണ്ടാകും എന്ന് വിചാരിക്കാം. പക്ഷേ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ നോക്കുവാണെങ്കിൽ ശരി, അവൻ്റെ അമ്മ ഓവറാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. മറ്റേ രീതി ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ അമ്മ ഭയങ്കര വൈബാണല്ലോ എന്നും നമുക്ക് ചിന്തിക്കാം. 2 രീതിയിലും ചിന്തിക്കാം.
പിന്നെ അനിയത്തി എപ്പോഴും അങ്ങനെ തുള്ളി നടക്കുന്ന ഒരു ഇതാണ്. അവൾ അത്ര വലിയ സീനാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആൾക്കാർ പറഞ്ഞ് ഇനിയിപ്പം വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവനൊരു കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പം ഇവൻ്റെ ഉമ്മയ്ക്കും ഇവൻ്റെ അനിയത്തിക്കും ഇവൻ കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹത്തിൻ്റെ ഭൂരിഭാഗം സ്നേഹവും ഇവൻ്റെ ഭാര്യയിലേക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ അവൻ്റെ ഉമ്മയ്ക്ക് തോന്നും, അയ്യോ അവൻ എന്നോട് പണ്ടത്തെ അത്രയും സ്നേഹമില്ല. അപ്പം അനിയത്തിക്ക് തോന്നും, ഒയ്ക്കയ്ക്ക് പണ്ടത്തെ അത്രയും സ്നേഹം എന്നോടില്ല, മുഴുവൻ സ്നേഹം അവക്കാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ തോന്നിയിട്ട് വേണമെങ്കിൽ ഒരു ഈഗോ വരാം. അല്ലാതെ അതിപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയോടായിരിക്കും സ്നേഹം കൂടുതൽ. പിന്നെ ജീവിതകാലം മൊത്തം ഉണ്ടാകാനുള്ള വ്യക്തി ഭാര്യയാണ്. പിന്നെ ഉമ്മയുണ്ടാകും. പിന്നെ അനീതി എന്ന് പറയുന്നത് വേറെ ആളുടെ കൂടെ കെട്ടിക്കൊണ്ട് പോകുന്നൊരു കൊച്ചാണ്. അപ്പോൾ പിന്നെ അറിയാലോ, സ്നേഹം കാണിക്കേണ്ടെന്നല്ല, പക്ഷെ ജീവിതകാലം മൊത്തം എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഭാര്യ ഉള്ളപ്പോൾ ഭാര്യയോട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചറിയാതെ ഒരു സ്നേഹം വരും. സ്നേഹം കാണിക്കണം, സ്നേഹം കാണിച്ചേ മതിയാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വേറൊരു വീട്ടിൽ നിന്ന് വന്ന് ഈ വീട്ടിൽ ജീവിക്കുന്ന ഒരു കൊച്ചാണ്. അപ്പോൾ ഇത്രയും കാലം 10-25 വയസ്സ് വരെ വേറൊരു സ്വന്തം വീട്ടിൽ ജീവിച്ചിട്ട് 25 വയസ്സ് കഴിയുമ്പം പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞൊരു പറിച്ചു നടലാണ്. അപ്പം അവർക്ക് ആ സമയത്ത് ആവശ്യമായ സ്നേഹം കൊടുക്കുക, ആവശ്യമായ പരിഗണന കൊടുക്കുക, അതൊക്കെ ഉള്ള കാര്യമാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന അമ്മായിയമ്മയും ആ വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ അത് മനസ്സിലാക്കും. അല്ലെങ്കിൽ ചുമ്മാ കിടന്ന് അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രവീണിൻ്റെ വീട്ടിലെ വിഷയം കണ്ടില്ലേ. അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം. എനിക്ക് വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി വീഡിയോസാണ്. എൻ്റെ തംബ്നെയിലൊക്കെ കാണുമ്പോൾ എന്തായാലും കയറി കണ്ടു നോക്കാം എന്ന് വിചാരിക്കും. അവന് വ്യൂസ് കിട്ടാനായിട്ട് അങ്ങനത്തെ തംബ്നെയിൽ ഇടുന്നതായിരിക്കും കേട്ടോ, അല്ലാതെ എന്ത് പറയാനാ. പിന്നെ ബാക്കിയുള്ളതൊക്കെ വരുമ്പോഴേക്ക് കാണാം. ഇവളൊക്കെ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആയതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഇനി ആ പെണ്ണ്, കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണ് എൻ്റെ വീഡിയോയിലില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും, എവിടെ എവിടെ എവിടെ, നിങ്ങൾ പിരിഞ്ഞോ, നിങ്ങൾ ഉടക്കാണോ എന്നൊക്കെ ചോദിക്കും. അത് സ്വാഭാവികം മാത്രം.